ما عندنا أكل، ما عندنا شي خالص، وبدنا نشتري لباس للعيد ما عندنا. شو طابخين انتوا اليوم يا حبيبتي؟ ليش؟ ما عندنا شي ما عندنا شي نطبخ. مين بطعم يكون لك؟ ما حد. بتضلوا هيك جوعانين؟ سلامتك حبيبتي، سلامتك. شو اسمك؟ نور. قديش عمرك يا نور؟ 9 سنين؟ حبيبتي سلامتك. خلاص تقولش حكم على حدك خالص تمام؟ ولا هي الكم على حدك؟ انت بطلي انت صايمة؟ ما شاء الله عليك حبيبتي. ഇന്നത്തെ ചിന്തയിൽ നമ്മൾ കണ്ടത് ഫലസ്തീനിലെ ഒരു ബാലിക നൂറ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുമായി നടത്തിയ ഒരു സംസാരമാണ്. ആ കുട്ടിയോട് ഒരു രക്ഷാപ്രവർത്തകനോ അതല്ലെങ്കിൽ നാട്ടുകാരനോ ഒരാൾ നടത്തുന്ന ഒരു സംഭാഷണമാണ് നമ്മൾ കാണുന്നത്. ആ കുട്ടി പറയാണ്, ദർ ഇസ് നോ ഫുഡ്, ഭക്ഷണമല്ല, പെരുന്നാളാണ് വരുന്നത്, ഞങ്ങൾക്ക് നല്ല ഉടുപ്പ് വാങ്ങിത്തരാൻ ആളില്ല. ആ കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ചോദിക്കുന്നുണ്ട്, മോളെ നീ ഭക്ഷണം പാകം ചെയ്തോ, നോമ്പ് തുറക്കോ മറ്റോ ആയിരിക്കാം. അവൾ പറയുന്നുണ്ട്, ഇല്ല. അപ്പോ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് നീ ഭക്ഷണം പാകം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന വിശാലമായ ചില വിഷയങ്ങൾ. ആ കുട്ടി 9 വയസ്സുള്ള കുട്ടി വേണം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനെന്നാണ്. ലോകത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുമാറുള്ള ഒരുപാട് കാഴ്ചകൾ, കേൾവികൾ ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ റമളാനിൽ പോലും എന്നിട്ട് ആ കുട്ടി ഞാൻ ഹംഗ്രിയിലാണ്, വിശപ്പിലാണ് എന്ന് പറയുമ്പോൾ പുഞ്ചിരിക്കുന്നുമുണ്ട്, കണ്ണുകൾ നിറയുന്നുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയും ആ കുട്ടിയുടെ തല തടവുകയും, യു ആർ എ സ്ട്രോങ് ഗേൾ, നീ ഒരു നല്ല കുട്ടിയാണ്, നല്ല കരുത്തയായ ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ അനേകം കുട്ടികൾ അവിടെയുണ്ട്. അതായത് ഭക്ഷണത്തിന് വേണ്ടി വരുന്ന ഹെലികോപ്റ്ററുകളും സന്നദ്ധ സംഘടനകളൊക്കെ കാണുമ്പോൾ പാത്രം കൊണ്ട് ഊടിയെടുക്കുന്ന കാഴ്ചകൾ ഒരു വല്ലാത്ത നമ്മുടെയൊക്കെ മനസ്സിനെ തകർത്ത് കളയുന്ന ഒരു രൂപമാണ്. മാത്രമല്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്രയും വലിയൊരു ക്രൂരതയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യത്വം നമ്മൾ പറയാറുണ്ട്. അതെ, പക്ഷേ ക്രൂരമായ മനുഷ്യത്വം. അതെ, ഇതെന്തൊരു മനുഷ്യത്വമാണ്. ഞാൻ ഓർക്കുന്നത് ഒരു കാലഘട്ടത്തിലൊക്കെ ഇസ്ലാമിനെ പറ്റി ശക്തമായ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ്, യുദ്ധത്തിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട മതമാണ്, യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണ്. പക്ഷെ ഇസ്ലാമിലെ ഓരോ യുദ്ധവും യഥാർത്ഥത്തിൽ അത് നാടുകൾ വെട്ടിപ്പിടിക്കാനും അതല്ലെങ്കിൽ നാടുകളെ വെട്ടിമുറിക്കാനും വേണ്ടിയായിരുന്നില്ല, നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു. നിവൃത്തിയില്ലാതെ ഘട്ടത്തിലുണ്ടായ യുദ്ധങ്ങളായിരുന്നു ഇസ്ലാമിലെ യുദ്ധങ്ങൾ. പക്ഷെ ഇന്ന് കണ്ണും മൂക്കുമില്ലാത്ത ചില പ്രകടനങ്ങൾ. ഈ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ പറവകളെപ്പോലെ പറക്കുന്ന മൃതദേഹങ്ങൾ, ചെറിയ കുട്ടികളുടെയും സ്ത്രീകളുടെയും ശരീരത്തിന്റെ അവയവങ്ങൾ മുറിക്കപ്പെട്ട് ബോംബ് വർഷിക്കപ്പെട്ട് ഉയർന്നു പൊങ്ങണ് ഈ കുട്ടികളുടെയും മക്കളുടെയും സ്ത്രീകളുടെയും വൃദ്ധരുടെയും ശരീരങ്ങൾ വിച്ഛേദിക്കപ്പെട്ട്. എങ്ങനെ മനുഷ്യന്മാർക്ക് ഇത്ര ക്രൂരമായി പ്രതികരിക്കുവാനും ഇടപെടാനും കഴിയുന്നു എന്ന് ഒരത്ഭുതമാണ്. ഈ കുട്ടികളുടെ കരച്ചിൽ, ഈ കുട്ടികളുടെ വിശന്നു വലഞ്ഞുള്ള ആ പ്രയാസം, അനാഥത്വം പേറിയ അവരുടെ കണ്ണുനീരുകൾ, എങ്ങനെയാണ് ഇവർക്ക് ഇതിന് കഴിയുന്നത്? ഇസ്ലാമിലെ യുദ്ധങ്ങളാകട്ടെ യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ഒരുപാട് മാതൃകകൾ അതിലുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഫലസ്തീനിലും ലബനാനിലും എവിടെയൊക്കെ പിന്നീട് യുദ്ധം നടന്നിട്ടുണ്ടോ അതും ഇസ്ലാമിലെ യുദ്ധവും രണ്ടാണ്. ഇസ്ലാമിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ അതായത് യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് വന്നാൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികളൊന്നും ചെയ്യരുത് കേട്ടോ, സ്ത്രീകളെ ഒന്നും ചെയ്യരുത്.
ആരാധനാലയങ്ങൾ, മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ തകർക്കരുത്. അവിടെ ആരാധനയിലുള്ള അവരുടെ മതപുരോഹിതന്മാരെ ഒന്നും ചെയ്യരുത്. ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു കളയരുത്. എന്തൊരു ഉപദേശമാണ്! അപ്പൊ ഒരു നാടിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഇസ്ലാമിലെ യുദ്ധത്തിന്റെ. ഓരോ മതത്തിലാണെങ്കിലും ഓരോ വിഷയങ്ങളിലാണെങ്കിലും യുദ്ധം നടന്നിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിലെ യുദ്ധം ഏതൊരു കാലഘട്ടത്തിലും അതിൽ വളരെ ഗൗരവകരമായി വ്യതിരിക്തമായി നിൽക്കുന്നതാണ്. ഇസ്ലാമിൽ പിടിക്കപ്പെടുന്ന, ബന്ധനസ്ഥരാക്കപ്പെടുന്ന യുദ്ധബന്ദികളോട് പോലും എത്ര മാന്യമായിട്ടാണ് മുസ്ലിമീങ്ങൾ ഇടപഴകിയത്. അവര് പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ ബന്ദികളാക്കിയ മുസ്ലിമീങ്ങൾ മോശപ്പെട്ട ഭക്ഷണം കഴിക്കുകയും അത്ര നല്ലതല്ലാത്ത ഭക്ഷണം കഴിക്കുകയും ഞങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകുകയും ചെയ്തു എന്ന് യുദ്ധബന്ദികളായ ആളുകൾ പോലും അഭിപ്രായം പറയുന്ന ചരിത്രം നിലനിൽക്കുന്നില്ലേ? ഇവിടെ ഈ മക്കൾക്ക് വേണ്ടി ഫലസ്തീനിലെ, ലെബനാനിലെ മക്കൾക്ക് വേണ്ടി ഈ യുദ്ധക്കൊതി എന്നാണ് അവസാനിക്കുന്നത്? ഈ അടുത്ത ദിവസങ്ങളിൽ ട്രംപ് പറയാണ്, ഞങ്ങള് ഇറാൻ അങ്ങോട്ട് നശിപ്പിക്കും. അപ്പൊ ഇറാൻ തിരിച്ചും പറയാണ്, അമേരിക്ക മുഴുവൻ നശിക്കാൻ പാകത്തിലുള്ള ആണവായുധങ്ങൾ ഞങ്ങളടുത്തുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നാടിനെ സംബന്ധിച്ചുള്ള ഒരു ഈഗോക്ക് വേണ്ടി, മറ്റു പലതിനും വേണ്ടി യുദ്ധങ്ങൾ പെരുകി വരുന്ന ഒരു സാഹചര്യം, അതിലൂടെ അനാഥത്വമാകുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ, മക്കൾ, ആ കണ്ണുനീര് കാണാൻ കഴിയുന്നില്ല. അതൊരു കുട്ടിയാണ്. അങ്ങനത്തെ ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന് കുട്ടികൾ. അള്ളാഹു അവർക്കൊക്കെ സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ആ മക്കളെ സംബന്ധിച്ചുള്ള ഗൗരവകരമായ ഒരു ചിന്തയും പ്രാർത്ഥനയിൽ ഒരിടം അവർക്ക് വേണ്ടി, അവരുടെ നിർഭയത്വത്തിന് വേണ്ടി, ആ മുസ്ലിം സമുദായത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഇടം കൊടുക്കണം. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.